What's written there? അവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്? The Ammonite and the Moabite should never even enter the congregation of the Lord. അമ്മോന്യരും മോവാബ്യരും ദൈവത്തിന്റെ സഭയിൽ ഒരു നാളും പ്രവേശിക്കരുത്. But what was happening in the temple? എന്നാൽ ആ ദേവാലയത്തിൽ സംഭവിച്ചത് എന്താണ്? This very Ammonite, who is not even supposed to be called amongst the Israelites, is living where? In the temple. ഇസ്രായേലിൽ യാതൊരു കാരണവശാലും പ്രവേശിക്കുവാനായിട്ട് പാടില്ലാത്ത അമ്മോന്യൻ ഇവിടെ ദൈവസഭയിൽ ദേവാലയത്തിൽ പ്രവേശിച്ചിരിക്കുന്നതായിട്ട് നാം കാണുന്നു. And guess what? Who put him in there? അവിടെ അവനെ ആക്കിയതാരാണ്? The very high priest. ആ മഹാപുരോഹിതനാണ് അവനെ അവിടെ ആക്കി വെച്ചത്. The very high priest, who of all people should be aware of these rules, decides to get in an Ammonite, and not only that, he clears the room for him. ആ അമ്മോന്യന് ഒരു നാളും ദൈവസഭയിൽ പ്രവേശിക്കരുതെന്ന് നന്നായിട്ട് അറിഞ്ഞിരുന്ന ആ മഹാപുരോഹിതനാണ് അവനെ ദൈവാലയത്തിൽ പ്രവേശിക്കുവാനായിട്ട് അനുവാദം കൊടുത്തത്. മാത്രമല്ല അവനെ ഒരു അറ അവിടെ ഉണ്ടാക്കി കൊടുത്തു എന്ന് നാം കാണുന്നു. This was a room dedicated to store the things used for the worship. ആരാധനയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാണ് ആ അറയിൽ സൂക്ഷിച്ചു വെച്ചിരുന്നത്. But this guy takes it all out, throws it all out, and guess who is living there? An Ammonite. ആ സാധനങ്ങളൊക്കെയും അവിടെ നിന്ന് എടുത്തു മാറ്റിയിട്ട് ഈ അമ്മോന്യൻ അവിടെ കയറി അവിടെ താമസിച്ചിരിക്കുകയാണ്. Talk about a spiritual deprivation. തീർച്ചയായിട്ടും ആത്മീയമായിട്ടുള്ള വലിയൊരു അധപതനമാണ് അവിടെ നാം കാണുന്നത്. Let me tell you one thing for sure, dear brethren. ഞാൻ വളരെ ചുരുക്കമായിട്ട് ഒരു കാര്യം പറയട്ടെ. The very first sign of degradation and deprivation amongst the people of God, ദൈവജനത്തിന്റെ ഇടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആത്മീയ അധപതനത്തിന്റെ ഒരു കാരണം, or I would say the first sign of it, അതിന്റെ ഏറ്റവും ഒന്നാമത്തെ അടയാളം എന്നുള്ളത്, is the loss of true worship. യഥാർത്ഥമായിട്ടുള്ള ആരാധനയുടെ അഭാവമാണ്. When you detect a loss of true spiritual, spirit-led worship in your assembly, let me tell you, that is the beginning of the end. ശരിയായ രീതിയിലുള്ള ഒരു ആരാധനയുടെ അഭാവം നമ്മുടെ സഭയിലുണ്ടെങ്കിൽ അതാണ് ഒന്നാമത്തെ അടയാളമായിട്ട് ഇരിക്കുന്നത്. When you detect the first sign of lack of worship in your family, in your children, believe me, that's the beginning of the end. നമ്മുടെ ഭവനത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഇടയിൽ ഈ ആരാധനയുടെ അഭാവമുണ്ടെങ്കിൽ ആത്മീയമായ അധപതനത്തിന്റെ സൂചനയാണത്. In the other way, വേറെ രീതിയിൽ പറഞ്ഞാൽ, also the beginning of coming back to the Lord. ആ ദൈവത്തിങ്കിലേക്ക് നാം മടങ്ങി വരുന്നത് ആരാധനയിൽ കൂടിയാണ്. Do you remember the revivals that happened in Josiah and even Zerubbabel's time and Hezekiah's time? യോശിയാവിന്റെയും ഹെസക്കായയുടെയും നെഹമ്യാവിന്റെയും ഒക്കെ സമയത്ത് സംഭവിച്ച ആത്മീയ ഉണർവിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? How did it happen? എങ്ങനെയാണ് അത് സംഭവിച്ചത്? It happened with worship. ആരാധനയോടുകൂടിയാണ് അത് ആരംഭിച്ചത്. People joined together for a true worship. യഥാർത്ഥമായിട്ടുള്ള ഒരു ആരാധനയ്ക്ക് അവർ കൈകോർത്തു. So we know for sure that worship is a very integral part of the spiritual upkeep of our personal life, our family life, and our assembly life. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും ഭവന ജീവിതത്തിലും സഭാ ജീവിതത്തിലും ആത്മീയമായിട്ടുള്ള ഒരു ഉത്തേജനത്തിന്, ഉണർവിന്, ആരാധനയിലേക്ക് നാം മടങ്ങി വരിക എന്നുള്ളതാണ് ഏറ്റവും വലിയ ആവശ്യം. So as a background, we know during Malachi's time there was a spiritual confusion happening in the land. എന്നാൽ മലാഖിയുടെ സമയത്ത് ആത്മീയമായിട്ടുള്ള വലിയൊരു ആശയക്കുഴപ്പം ഉണ്ടായിരുന്നതായിട്ട് നാം മനസ്സിലാക്കുന്നു. The very high priest of the Lord was defiling the temple. ആ മഹാപുരോഹിതൻ തന്നെ ആ ദേവാലയത്തെ അശുദ്ധമാക്കുന്നതായിട്ട് നാം കാണുന്നു. The people were not doing what they were supposed to do. ആ ജനം ചെയ്യേണ്ട കാര്യങ്ങളല്ല ചെയ്തത്. And God was fed up with them. അവരെ കൊണ്ട് ദൈവം മടുത്തു. And Malachi comes in with that message. അങ്ങനെ ഒരു ദൂതുമായിട്ടാണ് മലാഖി അവിടേക്ക് രംഗപ്രവേശനം ചെയ്തത്. Malachi brings in a message at, I would say, the threshold of a big world change. ആ സ്ഥലത്ത് വലിയൊരു പരിവർത്തനം, ഒരു മാറ്റം വരുവാനായിട്ട് മലാഖി പ്രവർത്തിച്ചു. After Malachi's message comes to an end, the world goes through a big change which has not happened after that. മലാഖിക്ക് ശേഷം വലിയൊരു വിടവ് നമുക്ക് കാണുവാനായിട്ട് കഴിയും. A man named Alexander the Great, as we know of, starts conquering the world. അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്ന് പറയുന്ന ആ ചക്രവർത്തി ലോകം പിടിച്ചെടുക്കുവാനായിട്ട് തുടങ്ങി. And after him comes in another big empire called the Roman Empire. അലക്സാണ്ടർ ചക്രവർത്തിക്ക് ശേഷം റോമൻ സാമ്രാജ്യം വരുന്നതായിട്ട് നാം കാണുന്നു. And the center of world power turns back to Europe. യൂറോപ്പിൽ അധികാരം എല്ലാം കേന്ദ്രീകരിക്കുവാനായിട്ട് തുടങ്ങി. I would say the Western world. അതായത് പാശ്ചാത്യ രാജ്യങ്ങളിൽ. And it is still there. ഇപ്പോഴും അതുണ്ട്.
The message of Malachi comes at the threshold of a world change. ഇങ്ങനെ ലോകത്തിൽ ആകമാനം ഒരു വലിയ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായ സന്ദർഭത്തിലാണ് മലാഖിയുടെ ദൂത് വരുന്നത്. He announces the entrance of a new order in this world. ഈ ലോകത്തിൽ ഒരു പുതിയ ഭരണക്രമം താൻ കൊണ്ടുവന്നു. Things change very drastically after Malachi goes away from the scene. മലാഖി പോയതിനു ശേഷം വലിയ മാറ്റങ്ങൾ ഉണ്ടായതായിട്ട് നാം കാണുന്നു. And beloved, even today we are sitting, we all know, at the threshold of a big world change. പ്രിയമുള്ളവരെ, നാം എല്ലാവരും ഇന്ന് ഒരു വലിയ മാറ്റത്തിന്റെ പരിതസ്ഥിതിയിലാണ്. We all can agree to that, can't we? നാം എല്ലാവരും അതിനോട് സമ്മതിക്കും. Things are changing for the worse. ഈ ലോകത്തിൽ നാശത്തിനു വേണ്ടിയിട്ട് മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. So as we sit in front of the message of Malachi, every single word that is spoken to the Jews, beloved, you can take it literally into your heart. പ്രിയമുള്ളവരെ, ഇന്ന് മലാഖി ഇസ്രായേൽ ജനത്തോട് പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മളെ സംബന്ധിച്ചിടത്തോളം യുക്തമായിട്ട് നമുക്ക് അനുയോജ്യമായിട്ടിരിക്കുന്ന ഒരു ദൂതാണ്. From chapter 1 to chapter 4, every word that Malachi speaks should prick your heart. ഒന്നാം അധ്യായം മുതൽ നാലാം അധ്യായം വരെ എല്ലാ വാക്കുകളും നമ്മുടെ ഹൃദയത്തെ കുത്തേണ്ട വാക്കുകളാണ്. There are in fact 7 charges that God brings against the people of Judah. യഹൂദന്മാർക്ക് എതിരായിട്ട് 7 പ്രത്യേകമായിട്ടുള്ള കുറ്റാരോപണങ്ങൾ ദൈവം കൊണ്ടുവരുന്നു. And that's kind of mentioned in the introduction of your booklet. ഈ നമ്മുടെ പ്രോഗ്രാം ഷീറ്റിന്റെ ആദ്യം അതിന്റെ ഒരു മുഖവരയുണ്ട്. When you look at that book, you feel like you are in a courtroom. നാം ഒരു കോർട്ട് റൂമിൽ ആയിരിക്കുന്നു എന്ന് വിചാരിക്കുക. And God brings the nation of Israel and puts them in front of a judge, and he is putting accusations to them. ന്യായാധിപതിയുടെ മുമ്പാകെ ഇസ്രായേൽ ജനത്തെ കൊണ്ടുവന്നിട്ട് അവരുടെ കുറ്റങ്ങളെ അവിടെ ആരോപിക്കുകയാണ്. And he brings in 7 particular charges. 7 പ്രത്യേകമായിട്ടുള്ള കുറ്റാരോപണങ്ങൾ അവരുടെ നേർക്ക് ആ ന്യായാധിപൻ ഉണ്ടായിരുന്നു. When you read through the book, you will understand what they are. അത് എന്തൊക്കെയാണെന്ന് നിങ്ങൾ ആ വേദഭാഗം വായിക്കുമ്പോൾ മനസ്സിലാകും. But what concerns my message this morning are the 3 specific things that God brings against the people. ഇസ്രായേൽ ജനത്തിന് അല്ലെങ്കിൽ യഹൂദ ജനത്തിന് എതിരായിട്ട് ദൈവം കൊണ്ടുവന്ന 3 പ്രത്യേകമായിട്ടുള്ള കുറ്റാരോപണങ്ങളാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. And we will analyze those 3. ആ 3 കാര്യങ്ങളെയും വിശദമായിട്ട് അപഗ്രഥനം ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. And when you look at the book of Malachi, it is very different than any other prophecies. മറ്റ് പ്രവചനങ്ങളെക്കാൾ വളരെ വ്യത്യാസമായിട്ടുള്ള ഒരു പ്രവചനമാണ് മലാഖി പ്രവചനം. It is put in a very different way, where God is talking to Israelites as if he is accusing them in a courtroom. ഒരു കോർട്ട് റൂമിൽ കുറ്റവാളികളെ കുറ്റം ആരോപിക്കുന്നത് പോലെയുള്ള ഒരു ശൈലിയിലാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. There's a reason for that. ഒരു കാരണമുണ്ട് അതിന്. Turn with me to the book of Nehemiah again. നെഹമ്യാവിന്റെ പുസ്തകത്തിലേക്ക് നമുക്ക് ശ്രദ്ധ തിരിക്കാം. Let's go to chapter 10. 10ാം അധ്യായം. And I would like to go to chapter 9 and the last verse of it. 9ാം അധ്യായത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ വാക്യം, verse 38. 38ാം വാക്യം. ഇതൊക്കെയും ഓർത്ത് ഞങ്ങൾ സ്ഥിരമായ ഒരു നിയമം ചെയ്ത് എഴുതുന്നു. ഞങ്ങളുടെ പ്രഭുക്കന്മാരും ലേവ്യരും പുരോഹിതന്മാരും അതിന് മുദ്രയിടുന്നു. And I really don't want to read, but you can, while I'm speaking, go through verse 30 to 39. 30 മുതൽ 10ാം അധ്യായം chapter 10 and verse 30 to 39. 10ാം അധ്യായത്തിന്റെ 30 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾക്ക് വായിക്കാം. But what is important is what we just read in verse 38 of chapter 9. 9ാം അധ്യായത്തിന്റെ 38ാമത്തെ വാക്യമാണ് ഏറ്റവും പ്രധാനമായിട്ട് ഇരിക്കുന്നത്. What happened there? അവിടെ എന്താണ് സംഭവിച്ചത്? This very people are making a covenant, guess with whom? With God. ദൈവവുമായിട്ട് വലിയൊരു ഉടമ്പടി, ഒരു നിയമം അവിടെ ഉള്ള യഹൂദന്മാർ ചെയ്യുന്നു. There is a big revival happening right there. അവിടെ വലിയൊരു ഉണർവ് സംഭവിക്കുകയാണ്. The law of the Lord has been read. ദൈവത്തിന്റെ ന്യായപ്രമാണം അവിടെ വായിച്ചു. The people have been convicted of their sins. പാപത്തെക്കുറിച്ച് ജനത്തിന് ബോധ്യമുണ്ടായി. And they say, guess what we are going to do, Lord? കർത്താവേ, ഞങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് പറയാം. We are going to write everything that we are going to do, and we are going to sign it and seal it. ഞങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെയും എഴുതിയിട്ട് ഞങ്ങൾ മുദ്രയിടാനായിട്ട് പോവുകയാണ്. Here, God, this is what we are going to do. ദൈവമേ, ഞങ്ങൾ ഇതാണ് ചെയ്യാനായിട്ട് പോകുന്നത്. Verse 30 to 39 of chapter 10 is what they are going to do. 10ാം അധ്യായത്തിന് 32 മുതൽ 39 വരെയുള്ള വാക്യങ്ങളിൽ അതുണ്ട്. Never in the history of mankind has man made a covenant with God. ഇങ്ങനെ ഒരു നിയമം ലോകത്തിന്റെ ചരിത്രത്തിൽ വേറെ ആരും ചെയ്തിട്ടില്ല. God is the one who makes covenant, isn't it? ദൈവമാണ് നിയമം ഉണ്ടാക്കുന്നത്. He does not ask man to stand for anything, because he knows whatever man does, he fails. മനുഷ്യൻ ചെയ്യുന്നതൊക്കെയും പരാജയപ്പെടുമെന്ന് അറിഞ്ഞതുകൊണ്ട് ദൈവം ആണ് നിയമം ഉണ്ടാക്കുന്നത്. Abraham came this close to sitting down with God and making a covenant. ദൈവത്തിന്റെ അടുക്കൽ ഇരുന്നിട്ട് ദൈവത്തോട് ഉടമ്പടി ചെയ്യുവാനായിട്ട് അബ്രഹാം ആഗ്രഹിച്ചു. But then what happened?
പിന്നെ എന്താണ് സംഭവിച്ചത്? A deep sleep came on Abraham. വലിയ ഒരു ഗാഢനിദ്രവനുണ്ടായി. And who alone walked between the carcasses? അവിടെ അവൻ യാഗം കഴിച്ച ആ യാഗവസ്തുക്കളുടെ ഇടയിൽ കൂടി വലിയൊരു വെളിച്ചം കടന്നുപോയി. It was God alone. അത് ദൈവമായിരുന്നു. God is the one who makes covenant because he can hold on to it. ദൈവമാണ് മനുഷ്യരോട് ഉടമ്പടി ചെയ്യുന്നത്. Man can never make covenant, but even if he makes it, he can never hold on to it. മനുഷ്യൻ ദൈവവുമായിട്ട് ഉടമ്പടി ചെയ്താൽ ഒരിക്കലും അവനത് പാലിക്കുവാനായിട്ട് കഴിയുകയില്ല, അവൻ പരാജയപ്പെടും. These people wrote down big things. എന്നാൽ ഈ മനുഷ്യരെ വലിയൊരു ഉടമ്പടി അവിടെ എഴുതി ഉണ്ടാക്കി. Oh, they said, we will make our princes and our leaders sign it and seal it. ഞങ്ങളുടെ പ്രഭുക്കന്മാരും ലേവ്യരും പുരോഹിതന്മാരും അതിന് മുദ്രയിടുമെന്ന് അവർ പറഞ്ഞു. It took them just 15 years or 50 years to get away from it. അതിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് 15 വർഷം അവർക്ക് എടുത്തു. It didn't take long for them to break every single thing that they had written down and sealed. അവർ എഴുതി വെച്ച ഉടമ്പടി എല്ലാ ഉടമ്പടികളും അവരെ ത്യജിക്കുവാനായിട്ട് ഇടയായി തീർന്നു. Man is completely unable to make anything to stand before God. ദൈവത്തിന്റെ മുമ്പാകെ നിൽക്കത്തക്കവണ്ണം ഒരു ഉടമ്പടി ചെയ്യുവാനായിട്ട് ഒരു മനുഷ്യർക്കും കഴിയുകയില്ല. Beloved, you may decide anything you want. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് എന്ത് തീരുമാനവും എടുക്കാനായിട്ട് കഴിയും. You may be in your highest level of spirituality. ആത്മീയത്വത്തിന്റെ ഔന്നത്യത്തിൽ നിങ്ങൾക്ക് എത്തുവാനായിട്ട് കഴിയും. And you may decide, I'm going to do this for the Lord and that for the Lord. Lord, look at me, I'm going to do it for you. ഞാൻ ദൈവത്തിന് വേണ്ടി ഇത് ചെയ്യും അത് ചെയ്യുമെന്ന് നാം തീരുമാനമെടുക്കും. Oh, you are as bad a failure as anybody else. തീർച്ചയായിട്ടും യഹൂദന്മാരെ പോലെ തന്നെ നാമും പരാജയപ്പെടും. Human beings are nothing but at the mercy of God. ദൈവത്തിന്റെ കരുണയിൽ മാത്രം ആശ്രയിച്ച് കഴിയേണ്ടവരാണ് മനുഷ്യർ. You and I need to understand one very important thing every day of our life. നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും ഒരു കാര്യം നാം പ്രത്യേകം ഓർത്തിരിക്കണം. You are at the mercy of God. ദൈവത്തിന്റെ കരുണ കൊണ്ട് ജീവിക്കുന്നവരാണ് നാം. And here is why God brings them down to the courtroom. അതുകൊണ്ടാണ് അവരെ ഒരു കോർട്ട് റൂമിലേക്ക് ദൈവം കൊണ്ടുവന്നിരിക്കുന്നത്. They have written the covenant. അവര് ദൈവമായിട്ട് ഉടമ്പടി ചെയ്തിരിക്കുകയാണ്. If you write an agreement with somebody and stamp it, and if you don't follow it, guess what that person does? നമ്മൾ ഒരു ഉടമ്പടി എഴുതി ഉണ്ടാക്കി മുദ്രയിട്ട് ഇരിക്കുകയാണെങ്കിൽ, you write a check to somebody and say, I'm going to give this much amount of money to you. You stamp it, you get it notarized, and if you don't pay it, what happens? നിങ്ങളൊരു ചെക്ക് എഴുതിയിട്ട് അത് സൈൻ ചെയ്ത് നോട്ടറൈസ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് വ്യതിചലിക്കുവാനായിട്ട് നിങ്ങൾക്ക് കഴിയില്ല. Oh, he takes you to the court, doesn't he? അത് നിങ്ങൾ വ്യതിചലിക്കുകയാണെങ്കിൽ നിങ്ങൾ കോർട്ടിൽ പോകേണ്ടതായിട്ട് വരും. Think of it, beloved, the whole nation of Israel has been dragged into court this morning. ഇസ്രായേൽ ജനം മുഴുവനും കോടതിയിലേക്ക് കൊണ്ടുവരപ്പെടേണ്ടിയിരിക്കും. Oh, can't God drag us to the court? പ്രിയമുള്ളവരെ, നമ്മെയും ആ രീതിയിൽ കോർട്ടിലേക്ക് കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിയും. Doesn't he have every reason to drag you and me into the court, into the judging seat of the most mighty and righteous God? നീതിമാനായ സർവശക്തനായ ദൈവത്തിന്റെ കോടതിയിലേക്ക് നമ്മെ കൊണ്ടുവന്ന് വിസ്തരിക്കുവാനായിട്ട് കഴിയും. Can you stand it? നമുക്ക് അവിടെ നിൽക്കുവാനായിട്ട് കഴിയുമോ? Do you have anything to stand against it? ദൈവത്തിന്റെ സന്നിധിയിൽ എന്തെങ്കിലും പറയുവാനായിട്ട് നിങ്ങൾക്ക് കഴിയുമോ? Let's look at the three things that God brings out in this chapter. ഈ അധ്യായത്തിലുള്ള 3 പ്രധാനപ്പെട്ട കുറ്റാരോപണങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. Verse 2 of Malachi chapter 1. മലാക്കി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം. I have loved you, says the Lord, but you say, wherein have you loved us? ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു, എന്നാൽ നീ ഞങ്ങളെ ഏതിനാൽ സ്നേഹിക്കുന്നു എന്ന് ചോദിക്കുന്നു. Wherein have you loved us? നീ എങ്ങനെയാണ് ഞങ്ങളെ സ്നേഹിച്ചത്? You know, there is something very unique about God. ഇതിനെ ദൈവത്തെ സംബന്ധിച്ച് വളരെ നിസ്തുല്യമായ ഒരു കാര്യമുണ്ട്. If you look in the book of Genesis, ഉൽപ്പത്തി പുസ്തകം നാം നോക്കുകയാണെങ്കിൽ, he never sat down with Adam and said, I love you. ആദാമിന്റെ അടുക്കൽ ഇരുന്നിട്ട് ദൈവം ആദാമിനോട് പറഞ്ഞില്ല, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന്. He did not sit down with Abraham or Isaac or Jacob and said, I love you. അബ്രഹാമിനെയോ ഇസ്ഹാക്കിനെയോടോ അല്ലെങ്കിൽ യാക്കോബിനോടോ ദൈവം പറഞ്ഞില്ല, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന്. He talked with Abraham face to face as a friend. ഒരു സ്നേഹിതനോട് സംസാരിക്കുന്ന പോലെ അബ്രഹാമിനോട് അഭിമുഖമായി ദൈവം സംസാരിച്ചു. But he never had to tell him, look Abraham, I love you. എന്നാൽ അബ്രഹാമേ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നുവെന്ന് ദൈവം പറഞ്ഞില്ല. There was no reason